മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയും മോഹിനിയും അമ്പലത്തിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മഹാലക്ഷ്മി വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആ ഒരു അമ്മ വന്നിട്ട് മഹാലക്ഷ്മിയുടെ തോളിൽ കൈവയ്ക്കുന്നുണ്ട്. മഹാലക്ഷ്മി വേഗം തിരിഞ്ഞു നോക്കിയതും ആ അമ്മയെക്കുറിച്ച് ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളൂ, അമ്മയെ കണ്ടില്ലല്ലോ എന്ന്. അപ്പോഴേക്കും അമ്മ എൻ്റെ മുന്നിൽ വന്നല്ലോ എന്ന് പറയുമ്പം അമ്മ പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി മോളെ, അതുകൊണ്ടല്ലേ ഞാൻ വന്നേന്ന്. അന്നേരം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റണേന്ന് ചോദിക്കുമ്പോൾ മക്കളുടെ എന്താഗ്രഹവും അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. പിന്നെ മോൾക്കുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ അതിന് നടക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ശത്രുക്കൾ മോളെയും മോനെയും അപായപ്പെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ മോൾക്കും മോനുക്കും ഒന്നും സംഭവിക്കില്ല. ശത്രുക്കൾക്ക് തന്നെയാണ് തിരിച്ചടി കിട്ടുള്ളൂ. അതോർത്ത് മോൾ വിഷമിക്കുകയൊന്നും വേണ്ട. പിന്നെ വേറെ ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങൾ മോളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മോളുടെ ഭർത്താവ് എഴുന്നേറ്റ് നടക്കുമെന്നും അതിൽ മോൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നും അതെല്ലാം സംഭവിക്കാൻ പോവാം. ഇനി അതിന് ഒരുപാട് നാൾ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അത് സംഭവിക്കും. പിന്നെ ഇന്നലെ പൗർണമി രാത്രിയായിട്ട് മോളുടെ ഉറക്കം പോയത് നല്ലതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ മോശം കാര്യത്തിന് വേണ്ടിയല്ല. ഇന്നലെ ഉറക്കം പോയതിന് ഇന്നൊരു സന്തോഷ വാർത്ത മോൾക്ക് കിട്ടും. അതൊക്കെ കേട്ടിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം അതൊക്കെ മോള് നേരിട്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തോ മനസ്സിലാക്കിയതുപോലെയാണല്ലോ പറയണേ, എന്താ അമ്മ കാര്യം എന്ന് ചോദിക്കുമ്പം അതൊക്കെ മോൾക്ക് പതിയെ മനസ്സിലാവും. ഇന്നെന്തായാലും എൻ്റെ അമ്മയുടെ പിറന്നാളാന്ന് പറയുമ്പം അതെനിക്ക് മനസ്സിലായി മോളെ, ഇന്നിവിടെ സദ്യയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിച്ചിട്ടേ ഞാൻ പോകണുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാലക്ഷ്മിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്, ഇതിനു മുമ്പ് മോഹിനി ഈ അമ്മയെ കണ്ട കാര്യം മഹാലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോഹിനിയും മഹാലക്ഷ്മിയും കണ്ടത് ഒരമ്മയെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മോഹിനീനെ വിളിച്ചു കൊണ്ടിരുന്ന ഒരു ചിന്ത വന്നതോടുകൂടി മഹാലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാനും അമ്മയും കണ്ടത് ഒരമ്മേനെ തന്നെയാണെന്ന് എനിക്കറിയില്ല, മിക്കവാറും അമ്മയെ തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ പോയി എൻ്റെ അമ്മയെ വിളിച്ചു കൊണ്ടിട്ട് അമ്മയ്ക്കും കൂടി അമ്മേനെ കാണാനാന്ന് പറയുമ്പോൾ മോള് പോയി വിളിച്ചുകൊണ്ട് പോരെ, അതിനെന്താ, ഞാനിവിടെ തന്നെ നിൽക്കാമെന്നും പറഞ്ഞ് ആ ഒരമ്മ അവിടെ ചിരിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയും അനന്തുവിനെയും മാർക്കോനെയാണ്. അനന്തുവും മാർക്കോവും കണ്ണനോട് പറയുന്നുണ്ട്, മഹാലക്ഷ്മി വിളിക്കാൻ വരുമ്പം അറിഞ്ഞാൽ മതി കാര്യങ്ങൾ, അതിനു മുമ്പ് നമ്മൾ ആരും മഹാലക്ഷ്മിയോട് ഒരു വിവരവും പറയരുത്, മഹാലക്ഷ്മി നേരിട്ട് കണ്ട് സന്തോഷിക്കട്ടെ, മഹി തൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് തനിക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായെന്നൊക്കെ അനന്തു പറയുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അത് അനന്തു പറഞ്ഞത് നേരാ, ഇല്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ രണ്ടാനമ്മയുടെയും അമ്മാവൻ്റെയും അനുജൻ്റെയും ഒന്നും സ്വഭാവം എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. അവർ മരുന്ന് മാറ്റി തരുന്നത് മനസ്സിലാവാതെ ഞാൻ വീണ്ടും വീണ്ടും അവർ തരുന്ന വിഷമരുന്ന് കുടിച്ചുകൊണ്ടിരുന്നേനെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, എന്നാലും ഇവരൊക്കെ എന്ത് ജാതി മനുഷ്യന്മാരാ, ഒരുതരം കണ്ടില്ലേ അവൻ്റെ അച്ഛനെ ചികിത്സിക്കാനാണെന്നും പറഞ്ഞ് ഇവിടെ വന്നിട്ട് അവൻ അച്ഛനെ ചികിത്സിക്കാനല്ല ശ്രദ്ധിക്കുന്നത്, കണ്ണൻ സാറിന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ എന്തായാലും അവൻ കുറച്ച് ദിവസത്തേക്ക് വെളിയിലേക്ക് ഇറങ്ങുമെന്ന് തോന്നണില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവിനെയാണ് കേട്ടോ. മഞ്ജു ആണെങ്കിൽ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം നല്ലൊരു ജീവിതം കിട്ടിയെന്നുള്ളൊരു സംതൃപ്തിയൊക്കെ മഞ്ജുവിനുണ്ട്. ആ സമയത്ത് സാഗറിൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടതും മഞ്ജു സാഗറേട്ടൻ വന്നെന്നും പറഞ്ഞ് വേഗം മുന്നോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് ബൈക്കിൽ നിന്ന് സാഗർ കുറേ പച്ചക്കറിയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അതെല്ലാം മഞ്ജുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഇന്ന് നിനക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയുമ്പം എന്താ സാഗറേട്ടാന്ന് ചോദിക്കണോ, അത് എന്താണെന്ന് നീ ഒന്ന് ഊഹിച്ചേ, നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് നല്ലൊരു കാര്യം നടന്നിട്ടുണ്ട്, അതെന്താണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കണം. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ഞാനിപ്പോൾ അതെങ്ങനെ ഊഹിച്ച് പറയാനാ, സാഗറേട്ടൻ തന്നെ പറയാമെന്ന്. അത് ഞാൻ പറയാൻ വന്നത് വേറൊന്നുമല്ല, കണ്ണൻ സാറിൻ്റെ കാര്യമാണ്. കണ്ണൻ സാറിന് കാലിന് ചലനശേഷി വീണ്ടും കിട്ടി. അത് കേട്ടതും മഞ്ജുവിനാണെങ്കിൽ ആകെ സ്തംഭിച്ചു പോകുന്നുണ്ട്. സാഗറേട്ടൻ പറയുന്നത് നേരാണോ, ശരിക്കും കണ്ണേട്ടന് എഴുന്നേക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അങ്ങനെ എഴുന്നേറ്റ് നടക്കുമൊന്നുമില്ല, പക്ഷേ കണ്ണൻ സാറിന് കാല് ചലിപ്പിക്കാനും അതുപോലെ നടുനിവർത്തി ആരുടെയെങ്കിലും സഹായത്തോടെ എഴുന്നേറ്റ് നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട്, നട്ടലിനും ചലനശേഷി കിട്ടിയെന്നാണ് എനിക്ക് തോന്നണേന്ന് പറയുന്നത്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അത് ഏതായാലും നന്നായി, കണ്ണേട്ടൻ എത്രയോ വർഷമായി വീൽ ചെയറിൽ തന്നെ ആയിട്ടെന്ന് പറയുമ്പം സാഗർ ചോദിക്കുന്നുണ്ട്, കണ്ണൻ സാറ് വീൽ ചെയറിൽ തന്നെ ഇരിക്കാൻ കാരണക്കാർ നിൻ്റെ അമ്മയും ആ അമ്മാവനൊക്കെയല്ലേ, അവർ മരുന്ന് മാറ്റി കൊടുത്തതുകൊണ്ടല്ലേ കണ്ണൻ സാറ് ഇപ്പോഴും വീൽ ചെയറിൽ തന്നെ ഇരിക്കണേ, അല്ലെങ്കിൽ കണ്ണൻ സാറ് പണ്ടേ എഴുന്നേറ്റ് നടക്കണ്ടേ അല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട്, അത് സാഗർ ഏട്ടൻ പറഞ്ഞത് ശരിയാ, എൻ്റെ അമ്മയുടെയും അമ്മാവൻ്റെയും ദുഷ്ടത കൊണ്ട് തന്നെയാണ് കണ്ണേട്ടൻ വീൽ ചെയറിൽ തന്നെ ആയിപ്പോയത്, അല്ലെങ്കിൽ അന്ന് തന്നെ കണ്ണേട്ടൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കേണ്ടതാണ്. അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇവരിങ്ങനെ മരുന്ന് മാറ്റി കൊടുക്കണ കാര്യം, അത് ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത്. അന്ന് എനിക്ക് ഏടത്തിയോടും കണ്ണേട്ടനോടും ഭയങ്കര ദേഷ്യമായതുകൊണ്ട് ഞാനും അതിനവർക്ക് കൂട്ടു നിന്നിട്ടുണ്ട്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുക, അവരുടെ ആ ക്രൂരതയ്ക്ക് ഞാനും കൂട്ടു നിന്നല്ലോ എന്നോർത്ത്. ഒരു മനുഷ്യൻ വീൽ ചെയറിൽ ഇരിക്കുമ്പോഴല്ലേ അയാളുടെ ബുദ്ധിമുട്ട് അയാൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ കണ്ണേട്ടനെ
കണ്ണേട്ടനെ വീൽ ചെയറിൽ ഇരുത്താൻ നോക്കിയാൽ അമ്മാവനും വീൽ ചെയറിലായില്ലേ, ഇനി അമ്മാവൻ്റെ ജീവിതം വീൽ ചെയറിലായിരിക്കും. ആ സമയത്ത് സാഗർ ചോദിക്കുന്നുണ്ട്, എന്തിനാ മഞ്ജുവിൻ്റെ അമ്മയും അമ്മാവനും കണ്ണൻ സാറിനെ ഇങ്ങനെ ചതിച്ചത്? കണ്ണൻ സാർ എഴുന്നേറ്റ് നടന്നെന്ന് വിചാരിച്ച് അവർക്ക് എന്തായിരുന്നു പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടനാണ് സ്വത്തുക്കൾ മൊത്തം, കണ്ണേട്ടൻ്റെ അമ്മയുടെ സ്വത്തുക്കളാണ്. ഞങ്ങളുടെ അച്ഛന് വളരെ കുറച്ച് സ്വത്തുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ അമ്മയ്ക്കും അമ്മാവനും കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കണ്ണേട്ടനെ വീൽ ചെയറിൽ തന്നെ ഇരുത്തിയതെന്ന്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, എന്നാലും മഞ്ജുവിൻ്റെ അമ്മ ഇത്ര ദുഷ്ടയാണോ? ഒരു മോനെ പോലെ കണ്ട് സ്നേഹിക്കേണ്ട ആളെ വീൽ ചെയറിൽ തന്നെ ഇരുത്തിയില്ലേ എന്നൊക്കെ പറയുമ്പം അമ്മ അങ്ങനെയാ, ഞാൻ എന്ത് ചെയ്യാനാ സാഗരേട്ടാ, അമ്മ ഇനി നന്നാവുമെന്നൊന്നും തോന്നണില്ല. പിന്നെ ആ മേഹനുണ്ടല്ലോ, മേഹനും അതെ കണ്ണേട്ടനെ എങ്ങനെ ഇല്ലാണ്ടാക്കണമെന്നും പറഞ്ഞാൽ നടക്കണേ. ഇപ്പം മേഹൻ അമ്മാവനെയും കൊണ്ട് ആസ്പത്രിയിലേക്ക് ചെന്നേക്കണത് തന്നെ കണ്ണേട്ടൻ്റെ മാറ്റങ്ങൾ അറിയാനായിരിക്കും എന്ന് പറയുമ്പം സാഗർ പറയുന്നുണ്ട്, അത് മഞ്ജു പറഞ്ഞത് നേരാ. ഈ കഴിഞ്ഞ ദിവസം കണ്ണൻ സാറിനെ ചികിത്സിക്കുന്നിടത്ത് മേഹൻ ചെന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് അവിടുത്തെ ജയപാലൻ ചേട്ടൻ മേഹൻ്റെ കണ്ണിലേക്ക് എന്തോ ഒരു വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ണിന് വലിയ കാഴ്ചയൊന്നും ഇല്ലാണ്ട് റൂമിൽ തന്നെ ഇരിക്കാന്നാണ് കേട്ടേന്ന്. അത് കേട്ടതും മഞ്ജു പറയുന്നുണ്ട്, അത് ഏതായാലും നന്നായി. കണ്ണേട്ടനെ ഇത്ര നാൾ ഉപദ്രവിച്ചിട്ട് അവന് മതിയായിട്ടില്ല. ഇനി അവനക്ക് കണ്ണേട്ടൻ്റെ സ്വത്ത് എന്തായാലും കിട്ടില്ല. പിന്നെ എന്തിനാ അവൻ കണ്ണേട്ടനെ ഉപദ്രവിക്കാനായിട്ട് നടക്കണേ? അവനക്ക് അങ്ങനെ തന്നെ വേണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിനെയും മോഹിനിനെയാണ്. മഹാലക്ഷ്മി മോഹിനിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയെ വേഗം വാ, അമ്മ കാണാറുള്ള ആ അമ്മ ഇവിടെ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഞാനും അമ്മയും കണ്ണേട്ടനും കാണുന്ന അമ്മ ഒന്ന് തന്നെയാണെന്ന് അറിയാം. അമ്മ വേഗം വന്നേ, ആ അമ്മ നമ്മളെ കാത്തവിടെ നിൽക്കുന്നുണ്ടെന്ന്. മോളെ എന്നാൽ നമുക്ക് പോകാമെന്നും പറഞ്ഞ് മോഹിനിയും മഹാലക്ഷ്മിയും കൂടി ആ അമ്മ നിന്ന സ്ഥലത്ത് വരുമ്പം അവിടെ അമ്മേനെ ഒന്നും കാണുന്നില്ല. ആ സമയം മഹാലക്ഷ്മി അമ്മ എവിടെയാണെന്നൊക്കെ ഇങ്ങനെ ചുറ്റും പരതി നോക്കുന്നുണ്ടെങ്കിലും കാണാനൊന്നും പറ്റണില്ല. എന്നിട്ട് മോഹിനി പറയുന്നുണ്ട്, മോളെ എവിടെയാണ് അമ്മ എന്ന് ചോദിക്കുമ്പം ഇവിടെ ഉണ്ടായിരുന്നു അമ്മ, നമ്മൾ വരണ വരെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ആ അമ്മ എവിടെയോ അപ്രത്യക്ഷയായി പോയി. ഇന്നാൾ കണ്ണേട്ടൻ്റെ കൂടെ ഞാൻ വന്നപ്പം കണ്ണേട്ടൻ കണ്ടിരുന്നു, എന്നിട്ട് ഞാൻ കാണാൻ നേരത്ത് അമ്മയെ കണ്ടില്ല. എന്തായാലും നമ്മളെല്ലാവരും കാണുന്ന ആ അമ്മ ഒന്ന് തന്നെ അമ്മ. എന്നോട് ആ അമ്മ കുറേ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ശത്രുക്കൾ നോക്കുമെന്നും പേടിക്കണ്ടെന്നും തിരിച്ചടി കിട്ടാൻ പോകുന്നത് ശത്രുക്കൾക്ക് തന്നെയായിരിക്കുമെന്നും ആ അമ്മ പറഞ്ഞു. അത് മാത്രമല്ല അമ്മേ, കണ്ണേട്ടൻ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കുമെന്നും കണ്ണേട്ടനിൽ എനിക്കൊരു കുഞ്ഞ് ജനിക്കുമെന്നും ആ അമ്മ പറഞ്ഞു. ഇനി അതിനധികം താമസമില്ല എന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അത് കേട്ടതും മോഹിനി പറയുന്നുണ്ട്, ആ അമ്മ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കട്ടെ മോളെ. ശരി അമ്മ, ആ അമ്മ പറയണതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. എന്തായാലും ആ അമ്മ ഏതോ ഒരു ദിവ്യയാണ്, അതുകൊണ്ടാണ് ആ അമ്മയെ ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ഇതിനു മുമ്പ് അമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ നോക്കിയപ്പോൾ ഫോട്ടോയിൽ അമ്മയെ കണ്ടില്ല. ആ അമ്മ ഇനിയിപ്പോൾ സാക്ഷാൽ ദേവിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അമ്മയെന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ആയിരിക്കും മോളെ. എന്തായാലും മോള് ദൈവങ്ങളെ എപ്പോഴും വിളിച്ചുണർത്തുന്ന ആളല്ലേ, അതുകൊണ്ട് ദേവി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് മോളെ സഹായിക്കണേ ആയിരിക്കും എന്ന് പറയണു. പിന്നീട് അവരെന്തായാലും അമ്മയെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിരാശയോടുകൂടി തന്നെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് മഹാലക്ഷ്മി ഞാൻ എന്തായാലും പോയി കണ്ണേട്ടനെ വിളിച്ചുകൊണ്ടിരാന്നും പറഞ്ഞുകൊണ്ട് കാറിൽ കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കരുണയും കൂടെ പറയുന്നുണ്ട്, അവള് പോയി അയാളെയും വിളിച്ചുകൊണ്ട് വരട്ടെ, നമുക്ക് രണ്ടുപേർക്കും വിഷപ്പായസം കുടിപ്പിക്കാം. എന്തായാലും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ രണ്ടെണ്ണത്തിൻ്റെയും കഥ അതോടെ കഴിഞ്ഞോളും. പിന്നെ അവളുടെയും ശല്യം ഉണ്ടാവില്ല, അയാളുടെയും ശല്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നുണ്ട്. ഈ സമയത്ത് കണ്ണനെയും അനന്തുവിനെയാണ് കാണിക്കുന്നത്. കണ്ണൻ പറയുന്നുണ്ട്, അയാളെ ഇതുവരെ കണ്ടില്ലല്ലോ അനന്തു, അയാൾ വരേണ്ട സമയമായി, അമ്മയുടെ പിറന്നാളിന് എന്നെ രാവിലെ തന്നെ വിളിക്കാൻ വരാമെന്നാണ് പറഞ്ഞത്, ഇതുവരെയും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, മഹി അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെയല്ലേ വരുള്ളൂ, അമ്മയും മഹി അമ്പലത്തിൽ പോയേക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ വരാൻ വൈകണേന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്. മഹാലക്ഷ്മിയെ കണ്ടതും കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പം മഹിയോട് ഒന്നും പറയണ്ട, പതിയെ പറഞ്ഞാൽ മതി, നേരിട്ട് കാണുമ്പം അയാൾക്ക് ഒരുപാട് സന്തോഷമാവുമെന്ന്. മഹാലക്ഷ്മി വന്നതും കണ്ണൻ ചോദിക്കുന്നുണ്ട്, മഹി താൻ അമ്പലത്തിൽ പോയോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും അമ്മയും അമ്പലത്തിൽ പോയി കണ്ണേട്ടാ, അവിടെ വെച്ച് നമ്മളെപ്പോഴും കാണാറുള്ള ആ ഒരു അമ്മയെയും കണ്ടു, ആ അമ്മ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് കണ്ണേട്ടാന്ന് ചോദിക്കുമ്പോൾ എന്ത് കാര്യമാണെന്ന് ചോദിക്കുന്നു. കണ്ണേട്ടനെ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കുമെന്നും കണ്ണേട്ടനിൽ എനിക്കൊരു കുഞ്ഞ് ജനിക്കുമെന്നും ആ അമ്മ പറഞ്ഞു, അതിനി ഒരുപാട് കാത്തിരിക്കുമെന്നും വേണ്ടാന്ന് ആ അമ്മ പറഞ്ഞതെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതാ അമ്മ പറഞ്ഞത് നേരെ, എനിക്ക് നേരത്തെ എൻ്റെ കാലുകൾ ചലിപ്പിക്കാനോ ചുരുക്കാനോ മടക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് തനിയെ എഴുന്നേക്കാനും അതുപോലെ നട്ടിൽ നിവർത്തി എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട് മഹി എന്ന് പറയുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി ഇത് കേട്ട് നിൽക്കുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ കണ്ണൻ്റെ രണ്ട് കാലുകളും നല്ലോണം ഉയർത്തുകയും അതുപോലെ മടക്കുകയും ഒക്കെ ചെയ്ത് മഹാലക്ഷ്മിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ടതും മഹാലക്ഷ്മിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവിനെയാണ്. മഞ്ജു ഇങ്ങനെ കിച്ചണിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഞ്ജുവിൻ്റെ വീടിൻ്റെ ഡോറ് തുറന്ന് ആരോ ഒരാൾ അകത്തേക്ക് കയറുന്നുണ്ട്. അത് ആരാണെന്നൊന്നും കാണിക്കണില്ല. മിക്കവാറും ചിലപ്പോൾ അത് നമ്മളുടെ മേഘനാഥനായിരിക്കും. സാഗറില്ലാത്ത സമയം നോക്കി മഞ്ജുവിനെ ഉപദ്രവിക്കാനായിട്ട് വന്നിരിക്കണായിരിക്കാം. അങ്ങനെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന മഞ്ജുവിനെ പുറകിൽ നിന്നും ആരോ പിടിക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കണം. മഞ്ജു ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഭയന്ന് നിൽക്കുന്ന ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.